കൂടെ നമുക്ക് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാൻ ദൈവം കൃപ ചെയ്തല്ലോ. കടന്നിരിക്കുന്നവരെയും ക്രിസ്തുവിന്റെ നാമത്തിൽ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കുവാൻ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും അവന്റെ ആദിത്യം അവസാനം വരാത്തതും ആകുന്നു. ഒരു നിമിഷം കൂടെ നമ്മുടെ ശിരസ്സുകളെ നമിക്കാം, പിന്നെ എല്ലാ കണ്ണുകളടച്ച് ഒരു മനസ്സോടെ ഭയഭക്തിയോടെ ദൈവം ശ്രദ്ധയോടെ കേട്ട് ഗ്രഹിച്ച് നല്ല ഫലം കായ്ക്കുന്ന ദൈവത്തിന്റെ കാര്യങ്ങളിൽ ദൈവത്തിന് നന്ദി പറയുക, ദൈവത്തിന് സ്തോത്രം പറയുക. അടിയങ്ങളോട് ഹൃദ്യമായി സംസാരിക്കുക, ഇടപെടുകയും ചെയ്യണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 26-ാമത് വചനം. നിന്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയേലിന്റെ ദൈവത്തിന്റെ മുമ്പാകെ ഭയഭക്തിയോടെ ഇരിക്കണമെന്ന് ഞാനൊരു തീർപ്പ് കൽപ്പിക്കുന്നു. ദൈവത്തിന്റെ അഭിഷക്തനായ ദാനിയേലിന്റെ ദൈവത്തെ ഉയർത്തുന്ന ഒരു രാജാവ്, ആ ദാനിയേലിന്റെ ദൈവത്തിന്റെ മുമ്പാകെ എന്റെ രാജാധികാരത്തിലുള്ള മുഴുവൻ പേരും ഭയഭക്തിയോടെ ഇരിക്കണമെന്ന് രാജാവ് കൽപ്പനയിടുകയാണ്. അടുത്ത വാക്യം, അവൻ ജീവനുള്ള ദൈവം. എന്തുകൊണ്ട് ഈ ദൈവത്തെ ഭയപ്പെടണം? ദാനിയേലിന്റെ ദൈവം ജീവനുള്ള ദൈവം. കരകോല ദൈവത്തിന് നന്ദി പറയാമോ? ഞാൻ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമെന്ന് ലോകം വിളിച്ചു പറയത്തക്കവണ്ണം ആ ദൈവം മഹത്വം നമ്മുടെ മേൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ ജീവനുള്ള ദൈവവും എന്നേക്കും നിലനിൽക്കുന്നവനും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും അവന്റെ ആധിപത്യം അവസാനം വരാത്തതുമാകുന്നു. ഹല്ലേലൂയ. എന്തുകൊണ്ട് ദാനിയേലിന്റെ ദൈവത്തെ ആ രാജ്യം മുഴുവനും ഭയപ്പെടുവാൻ ഇടയായി തീർന്നു? എന്തുകൊണ്ട് നാം സേവിക്കുന്ന ദൈവത്തെ നമ്മുടെ ദേശം ഭയപ്പെടുന്നില്ല? നമ്മളത് ചിന്തിക്കണം. ഈ വചനം കേട്ടുകൊണ്ട് നമ്മൾ സങ്കല്പത്തിൽ കൂടെ കേട്ടു, എന്റെ ജനം എന്റെ വാക്ക് കേട്ട് എന്റെ വഴികൾ നടന്നുവെങ്കിൽ കൊള്ളായിരുന്നു, എങ്കിൽ ഞാൻ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു.
നിത്യമായ ശുഭത വരുത്തുമായിരുന്നു. മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു. പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് അവരെ തൃപ്തി വരുത്തുമായിരുന്നു. ഇന്ന് ദൈവമക്കളുടെ ജീവിതം എന്തെങ്കിലും തൃപ്തി വരുത്താൻ കഴിയുന്നുണ്ടോ? ഇന്ന് പലവിധമാകുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് പറയാനുള്ളൂ. എന്തുകൊണ്ട് നമ്മൾ വിഷയങ്ങൾ മാത്രം ഒരു പ്രശ്നം മാറുമ്പോൾ മറ്റൊരു പ്രശ്നത്തിൽ അകപ്പെടുന്നു? ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് ദൈവത്തിന്റെ വഴിയിൽ നടക്കാൻ നമുക്ക് കഴിയുന്നില്ല. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നില്ല എന്നാർക്കും പറയാൻ കഴിയില്ല. പക്ഷെ കേൾക്കുന്ന അതിനനുസരിച്ച് ജീവിപ്പാൻ നമുക്ക് കഴിയുമോ? അവിടെയാണ് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിപ്പാൻ കഴിയുന്നത്. ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലയിൽ വിടുതൽ അനുഭവിക്കാൻ കഴിയാതിരിക്കുന്നുവെങ്കിൽ സമർപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചുകൊള്ളണം. ഈ ആരാധന കഴിയുന്നതിന് മുമ്പ് മുടങ്ങിക്കിടക്കുന്ന നന്മകൾ ദൈവം തിരിച്ചു തരും. ദാനിയേലിന്റെ ദൈവത്തെ കുറിച്ച് പറയുവാൻ, ആ രാജ്യത്തിലെ രാജാവിനെ ഒരുക്കുവാൻ ദാനിയേൽ കൊടുത്ത വില ചെറുതല്ല. ദാനിയേൽ തന്റെ ജീവനെ പോലും വകവയ്ക്കാതെ ആ രാജ്യത്തിലെ രാജാവ് സേവിച്ച ദൈവങ്ങൾക്കൊന്നും ജീവനില്ലാം തിരിച്ചറിഞ്ഞപ്പോഴാ താൻ നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കാത്ത ദൈവകൃപയുടെ അകത്ത് ജീവന്റെ തുടിപ്പുള്ള ശദ്രക്കും മേശക്കും അബേദ്നെഗോവും ഈ ബിംബത്തെ നമസ്കരിക്കാൻ ഇല്ല എന്ന് തീരുമാനമെടുത്തപ്പോൾ അവർ തീച്ചൂളയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. തീയുടെ മണം പോലും ഏൽപ്പിക്കാതെ ദൈവം അവരെ പുറത്തു കൊണ്ടുവന്നു. ഈ രാജാവ് പറയുവാൻ കാരണം, അത് രാജാവിനോട് മാത്രം പ്രാർത്ഥിക്കണം, മറ്റൊരു ദേവന്മാരോടും പ്രാർത്ഥിക്കരുതെന്ന് രാജകൽപ്പനയെ മറുത്തും ദാനിയേലിന്റെ പ്രാർത്ഥന മുടങ്ങിയില്ല. ദാനിയേൽ പ്രവാചനം വായിക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വചനമാണ് ദാനിയേൽ 6:10. തന്നെ കൊടുക്കുവാൻ തന്റെ കൂടെ ഉള്ള സഹപ്രവർത്തകർ തനിക്ക് കെണിയൊരുക്കി സിംഹഗുഹയിലേക്ക് വലിച്ചെറിഞ്ഞ് തന്നെ തകർത്ത് കളയുവാൻ രാജാവിനെ കൊണ്ട് രേഖ എഴുതിപ്പിച്ച ദാനിയേലിനെ ഉന്മൂലനാശം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ദൈവത്തോട് രാജാവിനോട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ സിംഹഗുഹയിൽ വീഴുമെന്ന് തനിക്കെതിരെ രേഖ എഴുതിയെന്ന് ദാനിയേലിന് ബോധ്യപ്പെട്ടിട്ടും ദാനിയേലിന്റെ പ്രാർത്ഥന മുടങ്ങിയില്ല. നമ്മുടെ പ്രാർത്ഥനയോ? അയൽവക്കത്ത് ഒരു ചെറിയ പ്രയാസം വന്ന് നമ്മുടെ പ്രാർത്ഥന മുടങ്ങും. ഒരു ചെറിയ ജലദോഷം വന്ന് നമ്മുടെ പ്രാർത്ഥന മുടങ്ങും. അതല്ലേ ദൈവമക്കളെന്ന് അഭിമാനിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ? സ്വന്തം രാജ്യത്ത് നിന്ന് അടിമയായി പിടിച്ചുകൊണ്ടുപോയ ഒരു കൂട്ടം യൗവനക്കാരിലുള്ളവരാണ് ദാനിയേലും ശദ്രക്കും മേശക്കും അബേദ്നെഗോവും ഒക്കെ. പക്ഷെ മറ്റൊരു രാജ്യത്തിൽ ചെന്ന് അടിമയിലായിരിക്കുമ്പോൾ അവരോടൊപ്പം കടന്നു വന്ന 4000-ഓളം പേര് യന്ത്രം പ്രവർത്തിക്കുന്നത് പോലെ രാത്രിയും പകലും വിശ്രമമില്ലാതെ വയലേലകളിലും മറ്റ് പല പണിസ്ഥലത്തും കഠിനാധ്വാനം ചെയ്ത് ഒരു നേരത്തെ ആഹാരം പോലും ശരിക്ക് ലഭിക്കാതെ ഭാരപ്പെടുമ്പോൾ അകത്ത് ദൈവകൃപയുള്ളവന് രാജാവിന്റെ ഭക്ഷണം കൊടുത്ത് വളർത്തുവാൻ ദൈവം കൃപ ചെയ്തു. രാജകീയ ഭക്ഷണത്തിലൂടെ എന്റെ ശരീരം അശുദ്ധമാക്കുവാൻ അനുവദിക്കില്ലെന്ന് തീരുമാനമെടുത്ത ദാനിയേലിനെതിരെ സിംഹഗുഹ തുറക്കപ്പെട്ടിട്ടും അവൻ പതറിപ്പോയില്ല. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകല് നാം സേവിക്കുന്ന ദൈവത്തെ കുറിച്ച് നമ്മോടൊപ്പം പ്രവർത്തിക്കുന്നവർ പറയണം, അവൻ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമെന്നാണ്. നമ്മൾ അതിന് വില കൊടുക്കാൻ തയ്യാറാകണം. സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരു ലജ്ജയും കൂടാതെ ഈ യേശു ജീവിക്കുന്ന ദൈവമെന്ന് പറയാൻ കഴിയണം. കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ധൈര്യമായി പറയണം, എന്റെ യേശു ജീവിക്കുന്ന ദൈവമാണെന്ന്. ഒരുപക്ഷെ അവർ നിന്ദിക്കുമായിരിക്കും,
പരിഹസിക്കുമായിരിക്കും. ദൈവവചനപ്രകാരം ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ വചനപ്രകാരം ജീവിക്കുന്നുവെങ്കിൽ നിന്റെ സാക്ഷ്യം അവരുടെ മുമ്പിൽ തെളിയിക്കപ്പെട്ടാൽ നിന്റെ വാക്ക് അവർ കേൾക്കുന്നു. അതാണ് നമ്മൾ സങ്കീർത്തനം കൂടെ കേട്ടത്. എന്റെ ജനം എന്റെ വാക്ക് കേട്ട് എന്റെ വഴികൾ നടന്നുവെങ്കിൽ അവരുടെ ശത്രുക്കൾ അവർ കീഴടങ്ങുമായിരുന്നു. എന്തേ ശത്രുക്കൾ കീഴടങ്ങാതിരിക്കുന്നത്? ഒരു പ്രശ്നം മാറുമ്പോൾ മറ്റൊരു പ്രശ്നം തല ഉയർത്തുന്നു. എന്തേ? ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവത്തിന്റെ വഴികൾ നടക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. ഇന്ന് പകൽക്കാലം ആർക്കൊക്കെ മടങ്ങി വരാൻ മനസ്സുണ്ടോ അവരെ കുറിച്ച് ലോകം പറയും, അവർ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. നാട്ടുകാർ പറഞ്ഞ സാക്ഷ്യമല്ല ദാനിയേലിനെ കുറിച്ച്. ഒരു രാജ്യത്തിലെ രാജാവ്, ഇതേ രാജാവ് ചോദിക്കുന്ന ചോദ്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ജീവനുള്ള ദൈവം എന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 20-ാമത് വാക്യം. ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ ഇടവിടാതെ സേവിക്കുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. അവിടെ ദാവീദ് പറയുന്നത്, ഞാൻ സേവിക്കുന്ന ദൈവത്തിന് ജീവനില്ല, ഞാൻ സേവിക്കുന്ന ദൈവത്തിന് സിംഹത്തിന്റെ ഗുഹയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ദൈവമല്ല. വേദപുസ്തകം പറയുന്നു, വായുണ്ടെങ്കിലും സംസാരിക്കാത്ത ദൈവം, കണ്ണുണ്ടെങ്കിലും കാണാൻ കഴിയാത്ത ദൈവം, ചെവിയുണ്ടെങ്കിലും കേൾക്കാൻ കഴിയാത്ത ദൈവം, കാലുണ്ടെങ്കിലും നടക്കാൻ കഴിയാത്ത ദൈവത്തെ ഞാൻ സേവിക്കുന്നതോ. പക്ഷെ നീ സേവിക്കുന്ന ദൈവത്തിന് ജീവനുണ്ട്. അതുകൊണ്ടാണ് നിന്നെ സിംഹത്തിന്റെ ഗുഹയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിഞ്ഞത്. എന്നെ കേൾക്കുന്ന ദൈവമേ, എത്ര പേർക്കൊരു ഉറപ്പുണ്ട്, ഞാൻ സേവിക്കുന്ന ദൈവം ഇന്ന് പകൽ ഞാൻ അനുഭവിക്കുന്ന തിക്തമായ അനുഭവത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരുവാൻ സർവശക്തനാണെന്ന്. ആ ഒരു ഉറപ്പുള്ളവർ നിരാശപ്പെടരുത്. പ്രതിസന്ധിയെ നോക്കരുത്, പ്രതികൂലത്തിലേക്ക് നോക്കരുത്, ദൈവത്തിലേക്ക് നോക്കണം. ഇന്ന് പകൽ അതേ ദാനിയേലിനെ സിംഹത്തിന് വലിച്ചെറിയുവാൻ കൽപ്പനയിട്ട അതേ രാജാവ് പറയുകയാ, നീ ഇടവിടാതെ സേവിക്കുന്ന നിന്റെ ദൈവത്തിന് സിംഹത്തിന് പുറത്തു കൊണ്ടുവരുവാനുള്ള ശക്തി ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് ദൈവം നമ്മെ പുറത്തു കൊണ്ടുവരുമ്പോൾ ഹല്ലേലൂയ, ലോകം വിളിച്ചു പറയും, അവർ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവം. ഒറ്റപ്പള്ളിയില് രക്ഷിക്കപ്പെട്ട ഒരു സഹോദരി ഒരു ദിവസം പെട്ടെന്ന് തനിക്ക് ഇരുന്ന സ്ഥലത്ത് എഴുന്നേൽക്കാൻ കഴിയാത്തവണ്ണം തളർന്നു പോയി, ബോധം നഷ്ടപ്പെട്ടു. പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇടയ്ക്ക് അറിയാൻ കഴിയില്ല, ആ നാട്ടുകാർ മുഴുവൻ പറഞ്ഞത് ആംബുലൻസിൽ തിരിച്ചു കൊണ്ടുവരേണ്ടി വരുവാണ്. പക്ഷെ അവർ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. ദൈവത്തെ ഇടപെടാതെ സേവിക്കുന്ന ആ മകളെ ദൈവം സൗഖ്യത്തോടെ സൂക്ഷിച്ചു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കടന്നു പോകുമ്പോൾ കുറച്ച് ആരെങ്കിലും ചെറിയ സപ്പോർട്ട് കൊടുത്താൽ കുറച്ചു ദൂരം നടക്കത്തക്കവണ്ണം ദൈവ സൗഖ്യം. ഈ പകൽക്കാലം ആ ദേശവാസികൾ പറയണം, നിങ്ങൾ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ അത്ഭുതങ്ങൾ ദൈവം ചെയ്തില്ലേ? പക്ഷെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദേശത്തിന് കഴിയുമോ? ദേശവാസികൾ നമ്മെ കുറിച്ച് എന്താ സാക്ഷ്യം പറയുന്നത്? നാം സേവിക്കുന്ന ദൈവം ആരെന്ന് ദേശത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ ഒരുപക്ഷെ തീച്ചൂളയുടെ അനുഭവത്തിലൂടെ, സിംഹഗുഹയുടെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വന്നേക്കാം. ഇന്ന് ഇവിടെ ഇരിക്കുന്ന പലരും പല തിക്തമായ അനുഭവങ്ങളുടെ കടന്നു പോകുന്നില്ലേ? എന്റെ ദൈവമല്ലേ നിന്നെ പുറത്തു കൊണ്ടുവരുമ്പോ നിന്നെ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവർ വിളിച്ചു പറയണോ, അവർ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. എന്റെ ദൈവം എന്നെ വിടുവിച്ചു എന്ന് പറയുവാൻ ആ സാക്ഷ്യത്തോടെ നമുക്ക് എഴുന്നേൽക്കാൻ കഴിയും. ഇവിടെ ദാനിയേലിനെ
കുറിച്ച് രാജാവ് പറയുന്നത്? ഒന്നുകൂടെ വായിക്കാൻ 20-ാം വാക്യം. ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന. അതൊരു വലിയ വിഷയമാണ്. നമ്മളെപ്പോഴാണ് ദൈവത്തെ സേവിക്കുന്നത്? ഞായറാഴ്ച ആരാധനയ്ക്ക് വരുമ്പോൾ മാത്രം സേവയുള്ളൂ. ഈ സത്യവേദ പുസ്തകം വീട്ടിൽ കൊണ്ടുവച്ചാൽ പിന്നെ മൂത്ത് നോക്കുന്ന സ്വഭാവമുണ്ടോ? ഒന്നുകിൽ ആർക്കെങ്കിലും അസുഖം വരണം, അല്ലെങ്കിൽ ആരെങ്കിലും പ്രാർത്ഥനയ്ക്ക് വീട്ടിൽ വരണം. അല്ലാതെ ബൈബിൾ വായിക്കുന്ന ശീലമൊക്കെയുണ്ടോ? രാജാവ് പറയുന്ന സാക്ഷ്യമാണത്. നീ ഇടവിടാതെ സേവിക്കുന്ന ദൈവം. ദാനിയേൽ എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും മുട്ടുമടക്കി യെരൂശലേം ദൈവാലയത്തെ നോക്കി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അനുഭവമുണ്ട്. ആ പ്രാർത്ഥനയെ മുടക്കാൻ രാജകൽപ്പനയ്ക്ക് പോലും കഴിഞ്ഞില്ല. നമ്മുടെ വീട്ടിൽ ഒരു വിരുന്നുകാർ വന്നാൽ അന്നത്തെ കുടുംബ പ്രാർത്ഥന മുടങ്ങില്ലേ? എന്താ നമ്മൾ അനുഗ്രഹിക്കപ്പെടാത്തത്? ഒരു സ്നേഹിതൻ വീട്ടിൽ വന്നാൽ പ്രാർത്ഥനാ സമയമാണെങ്കിൽ ആ വ്യക്തിയെ കൂടി ഇരുത്തി പ്രാർത്ഥിക്കാൻ കഴിയണം. പ്രാർത്ഥിക്കാൻ മനസ്സിലാത്തവർ അപ്പോൾ വീട്ടിൽ പോകും. പിന്നെ ആ പ്രാർത്ഥനാ സമയം നമ്മുടെ വീട്ടിൽ വരില്ല. ദാനിയേലിനെതിരെ രാജകൽപ്പന ഉണ്ടായിട്ടും ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വന്നില്ല. രാജാവ് പറയുന്ന സാക്ഷ്യമാണ്, നീ ഇടവിടാതെ സേവിക്കുന്ന നിന്റെ ദൈവം. ഈ പകൽക്കാലം ഈ ദൈവത്തെ ഇടവിടാതെ സേവിപ്പാൻ കഴിയുന്നു. പ്രശ്നങ്ങൾ വന്നതിന് ശേഷം മുട്ടുമടക്കിയിട്ട് കാര്യമില്ല. പ്രശ്നങ്ങൾ വരാതിരിക്കാൻ മുട്ടുമടക്കണം. രോഗം വന്ന ശേഷം ചികിത്സിച്ചാൽ നമ്മുടെ ബാങ്ക് കാലിയാവും. പക്ഷെ രോഗം വരാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ അതല്ലേ നല്ലത്? ഇവിടെ നീ ഇടവിടാതെ സേവിക്കുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. സിംഹങ്ങളിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം പ്രാപ്തിയുള്ള ഒരു ദൈവമുണ്ടോ എന്ന് രാജാവ് തിരിച്ചറിഞ്ഞിട്ടാ പറയുന്നത്, ഇന്ന് മുതൽ എന്റെ രാജാധിപത്യത്തിലുള്ള സകല മനുഷ്യരും ഈ ദാനിയേലിന്റെ ദൈവത്തെ ഭയപ്പെടും. ഇടവിടാതെ ആ ദൈവത്തെ സേവിച്ച സിംഹത്തിന്റെ ഗുഹയിൽ നിന്ന് വിടുവിപ്പാൻ ആ ദൈവം ശക്തരാണെന്ന് രാജാവ് തിരിച്ചറിഞ്ഞു. നമുക്കെതിരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവർ തിരിച്ചറിയണം, അവൻ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. ആ ദൈവവചനപ്രകാരം ജീവിക്കുന്നവരെതിരെ ആവിചാരം ചെയ്താലും ശൂദ്രപ്രയോഗം ചെയ്താലും അത് 7 ഇരട്ടി ശക്തിയോടെ തിരിച്ചു വരുമെന്ന് അവർ സാക്ഷ്യം പറയണം. അതാണ് ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നതിന്റെ പ്രത്യേകത. നാം ജീവനുള്ള ദൈവത്തിന്റെ സാക്ഷികളായി നിലനിൽക്കണം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഇപ്പോൾ കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തെ വീണ് നമസ്കരിപ്പാൻ ഒരുങ്ങിയിരുന്നാൽ നന്ന്. നമസ്കരിക്കാതെ ഇരുന്നാലോ ഈ നാഴികയിൽ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയും. നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ ദേവൻ നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്ന ദേവൻ ആരെന്ന് രാജാവ് വെല്ലുവിളിക്കുകയാണ്. നമ്മളെ ഈ വെല്ലുവിളിക്കുന്ന പല ശക്തികളുണ്ട്. നമ്മുടെ തകർച്ച കാണാൻ കാത്തിരിക്കുന്ന ശക്തികളുണ്ട്, വ്യക്തികളുണ്ട്. അവരുടെ മുമ്പിൽ നമ്മൾ പതറിപ്പോകരുത്. അവിടെ രാജാവിന്റെ വാക്ക് കേട്ട് അവർ പതറിപ്പോയില്ല. അടുത്ത വാക്യം, ശദ്രക്കും മേശക്കും അബേദ്നെഗോവും രാജാവിനോട്, നെബൂഖദ്നേസരേ, ഈ കാര്യത്തിൽ ഉത്തരം പറയാൻ ആവശ്യമില്ല. ഈ കാര്യത്തിൽ ഉത്തരം പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ
വിടുവിപ്പാൻ കഴിയുമെങ്കിൽ ആ, അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അതാണ് ആ എബ്രായ ബാലന്മാരുടെ ഉറപ്പ്. ഞങ്ങൾ സേവിക്കുന്ന ഒരു ദൈവമുണ്ട്. രാജാവ് ചോദിച്ചത്, നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്ന ദേവൻ ആ യൗവനക്കാർ ധൈര്യമായി മറുപടി പറഞ്ഞു, ഇക്കാര്യത്തിനകത്ത് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുന്ന ഒരു ദൈവത്തെ ഞങ്ങൾ സേവിക്കുന്നത്. അവൻ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ ശക്തനാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ട് ഇന്ന് അനുഭവിക്കുന്ന തീച്ചൂളയുടെ അനുഭവത്തിൽ വിടുവിപ്പാൻ എന്റെ ദൈവം സർവശക്തനാണെന്ന്? അതിൽ താഴെ അറിവുള്ള ജനം ഒന്ന് കരങ്ങളെ തട്ടി ദൈവത്തിന് മഹത്വം കൊടു. ഈ ദേശം അത് കേൾക്കട്ടെ, പിശാച് കേൾക്കട്ടെ. നമുക്കെതിരെ നന്മയ്ക്കെതിരെ പ്രതികൂലം ഉണ്ടാക്കുന്നവർ തിരിച്ചറിയട്ടെ, നാം സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. നമ്മുടെ ദൈവം വിടുവിപ്പാൻ ശക്തനാണ്. ഇന്ന് പകൽച്ചെന്ന് വിടുവിക്കുന്ന ഒരു ദിവസമാണ്. ഏതൊക്കെയോ മേഖലയിൽ നീ കുടുങ്ങിക്കിടക്കുന്നവോ, ശത്രുവിനെ കുടുക്കിയിട്ടിരിക്കുന്നവോ, ഇന്ന് പകൽക്കാലം വിളിച്ചു പറയാ, ഞാൻ സേവിക്കുന്ന ദൈവത്തിന് ഞാൻ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധിക്കുന്ന എന്നെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയും. നിന്റെ പ്രശ്നം എത്ര വലുതാണെങ്കിലും ദൈവത്തിന്റെ സെക്കൻഡ് മതി. നമ്മുടെ പ്രശ്നം പരിഹാരം തരാൻ ദൈവം വിശ്വസ്തൻ. അടുത്ത വാക്യം കൂടെ വായിക്കാം. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കയില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്നറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു. രാജാവിന്റെ മുഖത്ത് നോക്കി പറയുകയാണ്, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ ഈ തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. രാജാവിന്റെ തീച്ചൂള 7 മടങ്ങ് ചൂട് കൂട്ടിയാലും എന്റെ ദൈവം വിടുവിപ്പാൻ ശക്തനാണെന്ന് ആ യൗവനക്കാർ ധൈര്യമായി പറയുന്നു. ഒരു പക്ഷേ എന്റെ ദൈവം വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ ദൈവത്തെ വിട്ടു പോകുന്ന പ്രശ്നമില്ല. ഇന്നൊരു ചെറിയ ആനുകൂല്യം കൊടുക്കാന്ന് പറഞ്ഞാൽ ദൈവത്തെ വിട്ടു പോകുന്ന എത്രയോ ആളുകൾ അവരുടെ അവസാനം എന്തായിത്തീരും നമുക്ക് പറയാൻ കഴിയും. ദൈവത്തെ അറിഞ്ഞിട്ട് പിന്മാറിപ്പോയാൽ അവനോട് കുശലം പറയരുത്, അവന് വേണ്ടി പ്രാർത്ഥിക്കരുതെന്നാണ് സത്യവേദ പുസ്തകം പഠിപ്പിക്കുന്നത്. ദൈവത്തെ അറിയാത്തവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തിന്റെ വ്യവസ്ഥ ജീവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തെ അറിഞ്ഞിട്ട് പിന്മാറിപ്പോയാൽ അവനല്ലോ ദൈവത്തിന് സഹായിപ്പാൻ കഴിയുകയില്ല. കർത്താവ് പറയുന്ന വെളിപ്പാട് പുസ്തകം സഭകൾ തൂതരുമ്പോൾ പറയുന്നു, നീ ഒന്നെങ്കിൽ ശീതവാനായിരിക്കണം, അല്ലെങ്കിൽ നീ ഉഷ്ണവാനായിരിക്കണം. നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ലായകയാൽ എന്റെ വായിൽ നിന്ന് ഊമിട്ട് കളയുമെന്ന. ദൈവം തുപ്പിക്കളഞ്ഞവനെ ആർക്കാ സഹായിപ്പാൻ കഴിയുന്നത്? കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു വീട്ടിൽ കയറി പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി. ആ വീട്ടിലെ അമ്മ പറയുന്നു, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടതാണ്, സ്നാനപ്പെട്ടതാണ്. ഞാൻ ചോദിച്ചു, ആരാധനയോ? അത് ഞങ്ങൾ പിന്നെയും പഴയ അവസ്ഥയിൽ തന്നെ പോകും. ഇതാണ് ശാപം. നിങ്ങൾ രക്ഷിക്കപ്പെടാൻ പോണ്ടായിരുന്നു, എന്തിനാ സ്നാനപ്പെട്ടത്? സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കി. പണ്ടൊരു ഞാൻ സ്നാനപ്പെടാൻ നേരെ സ്വർഗത്തിൽ പോകുന്ന ഇല്ല. സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാൻ കഴിയുള്ളൂ. അത് വചന വ്യവസ്ഥയാ, ദൈവ കൽപ്പനയാ. പക്ഷെ സ്നാനപ്പെട്ടല്ലോ സ്വർഗത്തിൽ പോകുന്ന ആർക്കും പറയാൻ കഴിയില്ല. സ്നാനപ്പെട്ട ശേഷമുള്ള നിന്റെ ജീവിതം എന്താണെന്ന് തെളിയിക്കണം.
ഇവിടെ രാജാവ് നീ ഇടവിടാതെ സേവിക്കുന്ന ദൈവം നിന്നെ വിടുവിപ്പാൻ ശക്തനാണ്. നമുക്ക് ആ ദൈവത്തെ ഇടവിടാതെ സേവിപ്പാൻ കഴിയുമോ? പലരും ദൈവത്തെ കളിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. ഇല്ല, അത് നിർത്തണം. മത്തായി 28-ാം അധ്യായത്തിന്റെ 19-ാമത് വാക്കുകൾ വായിക്കാം. മത്തായി 22:19. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്. അതാണ് വളരെ പ്രാധാന്യം. നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. അത് എല്ലാവരും ചെയ്യാൻ തയ്യാറാണ്. കർത്താവ് നമ്മോട് കൽപ്പിച്ച കൽപ്പനകളെ ഉപദേശങ്ങളെ അനുസരിപ്പാൻ തക്കവണ്ണം നമ്മൾ തയ്യാറാകണം. എങ്കിലേ ദൈവരാജ്യത്തിലെത്തുകയുള്ളൂ. ആ ഉപദേശം കേൾക്കുവാൻ നമുക്ക് താല്പര്യമില്ല. സംഗീതത്തിൽ നമ്മൾ കേട്ടതുപോലെ എന്റെ ജനം എന്റെ വാക്ക് കേട്ടിട്ട് എന്റെ വഴികൾ നടന്നാൽ നിന്റെ പ്രതികൂലങ്ങളെ അവൻ മാറ്റും. എന്തെങ്കിലും പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവേ, എന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഓർപ്പിക്കണമേ, ഞാൻ ഏറ്റുപറയാൻ ഉപേക്ഷിക്കാം, ഇനി ഒരിക്കലും ആ വഴിക്ക് പോകയില്ല, തീരുമാനമെടുത്ത് ദൈവസന്നിധിയിൽ ഒന്നും ഹൃദയം മുറുകിയാൽ മതി, നിന്റെ പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായി മറുപടി വന്നിരിക്കും. അശുദ്ധീകരണം പറയുന്നത് രക്ഷിപ്പാൻ കഴിയാതെ വേണം എന്റെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വേണം എന്റെ ചെവി മർമ്മമായി പോയിട്ടുമില്ല. നിന്റെ ആകൃത്യങ്ങൾ അത്രേ ദൈവത്തെയും നിന്നെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിന്റെ പാപങ്ങൾ അത്രേ ദൈവമുഖം കാണാതെ നിന്നെ മറയ്ക്കുന്നത്. അല്ല, ദൈവത്തിന്റെ കുഴപ്പമല്ല, അത് എന്റെ കുഴപ്പമാണെന്ന് ഏറ്റെടുക്കാൻ തയ്യാറാകണം. എന്റെ പാപമാണ് ദൈവത്തിന് സന്നിധിയിൽ ഞാൻ നിലവിളിക്കുമ്പോൾ കേൾക്കാൻ കഴിയാതിരിക്കുന്നതെന്ന് നമുക്ക് ബോധം വരണം. സഭായോഗത്തെ പോലും അലക്ഷ്യമായി വിചാരിക്കുന്ന ഒരുവന് എങ്ങനെ പ്രാർത്ഥിച്ചാൽ മറുപടി വരും? സ്വർഗത്തിലെ ദൈവം അഗ്നി ജ്വാലിക്കുന്ന കണ്ണുള്ളവൻ ശദ്രക്കിനെയും മേശക്കിനോട് അപകടനോട് വിളിച്ചു ചോദിക്കുന്നു, എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്ന ദേവൻ ആർ എന്നാണ്. 3-26 വാക്യം. നെബൂഖദ്നേസർ എരിയുന്ന തീച്ചൂളയുടെ വാതിൽക്കൽ അടുത്തു ചെന്നു. അത്യുന്നത ദൈവത്തിന്റെ ദാസന്മാരായ ശദ്രക്ക് മേശക്ക് പുറത്തു വരുവിനെന്ന് കൽപ്പിച്ചു. ഇതേ രാജാവ് അല്പനിമിഷങ്ങൾക്ക് മുമ്പേ, ചില മണിക്കൂറുകൾക്ക് മുമ്പേ ചോദിച്ചതാണ്, എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്ന ദേവൻ ആരെന്ന്. അതേ രാജാവിന്റെ വായു കൊണ്ട് പറയാ, അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരായ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവേ പുറത്തു വരുവി. രാജകൽപ്പന പ്രകാരം തീച്ചൂളയിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു മനുഷ്യനും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഈ എബ്രായ ബാലന്മാർക്ക് വേണ്ടി സാധാരണ തീച്ചൂളയേക്കാൾ 7 മടങ്ങ് ചൂട് വർദ്ധിപ്പിച്ചു. ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും കയ്യും കാലും കെട്ടി തീച്ചൂളയിലേക്ക് വലിച്ചെറിയാൻ കൊണ്ടുപോയ ആ രാജാവിന്റെ പട്ടാളക്കാരെ ആ തീ കരിച്ചു കളഞ്ഞു. അത്രമാത്രം കർശനമായിരുന്നു രാജകൽപ്പന. ഏത് കർശനമായ രാജകൽപ്പനയിട്ട രാജാവിനെ കൊണ്ടും നീ സേവിക്കുന്ന ദൈവം അത്യുന്നതനായ ദൈവം എന്ന് പറയുവാൻ തക്കവണ്ണം നമ്മൾ ഇന്നനുഭവിക്കുന്ന കഷ്ടതകളിലൂടെ പുറത്തു വരുമ്പോൾ ദേശം വിളിച്ചു പറയണോ, അവൻ സേവിച്ച ദൈവം ജീവനുള്ള ദൈവമാണ്. ജീവനുള്ള ദൈവത്തിന് മാത്രമേ ഇതുപോലെ വിടുവിപ്പാൻ കഴിയുകയുള്ളൂ എന്ന് ഒരു തിരിച്ചറിവ് ആ രാജാവിനുണ്ടായി. അതുകൊണ്ടാണ് അവർ ചോദിച്ച അതേ രാജാവിന്റെ വാക്കുകൾ തിരിച്ചു പറയുവാൻ
ഇടയായിട്ടും. അടുത്ത 1-2 വാക്യം കൂടെ വേഗം വായിക്കാം. അങ്ങനെ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും തീയിൽ നിന്ന് പുറത്തു വന്നു. പ്രധാന ദേശാധിപതിമാരും സ്ഥാനാപതിമാരും ദേശാധിപതിമാരും രാജമന്ത്രിമാരും വന്നുകൂടി ആ പുരുഷന്മാരുടെ ദേഹത്തിന് തീ പിടിക്കാതെയും അവരുടെ ദേഹത്തിന് തീ പിടിക്കാതെയും അവരുടെ തലമുടി കരിയാതെയും കാൽച്ചട്ടയ്ക്ക് കേടുപറ്റാതെയും അവർക്ക് തീയുടെ മണം പോലും തട്ടാതെയും ഇരുന്നത് കണ്ടു. ഇന്ന് കരങ്ങളുടെ ദൈവത്തിന് നന്ദി പറയാം. എന്റെ കയ്യിൽ നിന്ന് നിന്നെ വിടുവിപ്പാൻ കഴിയും ദേവൻ ആരെന്ന് ചോദിച്ച ആ രാജാവ് നോക്കി നിൽക്കേ. തീച്ചുളയിൽ നിന്ന് പുറത്തു വന്ന ബാലന്മാര് അവരെ പരിശോധിക്കുമ്പോൾ രാജാവല്ല, രാജാവിന്റെ ഉന്നതന്മാരായ ഉദ്യോഗസ്ഥന്മാരാണ് പരിശോധിച്ചത്. തലമുടി കരിയാതെയും കാൽച്ചട്ടയ്ക്ക് കേടുപറ്റാതെയും തീയുടെ മണം പോലെ ഏൽപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ജീവനുള്ള ദൈവത്തെ യഥാർത്ഥമായി സേവിക്കുന്ന എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി വലുതാണ്. ഈ ലോകത്തിലെ അടിച്ചു വരുന്ന കൊടുങ്കാറ്റിനെ കുറിച്ച് നീ ഭയപ്പെടേണ്ട. നിന്നെ വെടിവെപ്പാൻ കൊടുങ്കാറ്റിൽ ഇറങ്ങി വരുന്നൊരു ദൈവ, തിരമാലകളുടെ മുകളിലൂടെ നടന്നു വന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ആ ദൈവത്തെയാണ് നാം സേവിക്കുന്നത് എന്ന ബോധ്യമാണ് ഒരു ദൈവവേദന ആവശ്യമായിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഓലപ്പാമ്പുകൾ മേടിക്കുന്നവരാണ്. ഇന്ന് പകൽ ജീവനുള്ള ദൈവത്തെയാണോ നമ്മൾ സേവിക്കുന്നത്? 99-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കുമ്പോൾ 99-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത് വാക്യം, യഹോവ വാഴുന്നു, ജാതികൾ വിറക്കട്ടെ, അവൻ കെരൂബുകളുടെ മീതെ വസിക്കുന്നു, ഭൂമി കുലുങ്ങട്ടെ. യഹോവ വാഴുമ്പോൾ ജാതികൾ വിറയ്ക്കും. ജാതികൾ കണ്ട് നമ്മൾ വിറയ്ക്കുന്നുവെങ്കിൽ ആര് വാഴുന്നില്ല? ദൈവം നമ്മുടെ മേൽ വാഴും. ദൈവം ഒരു ഭവനത്തിന്റെ മേൽ വാഴുവാൻ തയ്യാറായ, ഒരു ദേശത്തിന്റെ മേൽ ദൈവം വാഴുവാൻ തയ്യാറായ ജാതികൾ വിറയലോടെ ഈ ദൈവത്തിലേക്ക് വരും. നമ്മുടെ ഭവനത്തിനകത്ത് കർത്താവ് വസിക്കും തിരിച്ചറിഞ്ഞ ചുറ്റുപാടുള്ളവരാണെങ്കിൽ ഇല്ല. യേശു കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ച കാലഘട്ടത്തിൽ ഏതൊക്കെ വീട്ടിൽ പോയാൽ ആ വീടിന് വഹിപ്പാൻ കഴിയാത്ത ജനക്കൂട്ടം, ചുറ്റുപാടുകൾ, ദേശവാസികളെല്ലാം അവിടെ വന്നുകൂടും ഒരു വിടുതലിന് വേണ്ടി. നമ്മുടെ ഭവനങ്ങൾക്കകത്ത് യേശു വസിക്കുന്നുവെന്ന് അയൽവക്കക്കാർ അറിഞ്ഞാൽ നിങ്ങളുടെ ഭവനത്തിനകത്തും വരും. അതാണ് ദൈവമക്കളുടെ ഭവനത്തിന്റെ പ്രത്യേകത. ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ, നാം സേവിക്കുന്ന ദൈവത്തെ വെളിപ്പെടുത്തുവാൻ നമ്മളൊരു ഉൾപ്പെടാപ്പായി നിന്നു കൊടുക്കാൻ മനസ്സുണ്ട്. യഹോവയാം ദൈവം സീനായ് മലയിൽ ഇറങ്ങി വന്നപ്പോൾ കത്തുന്ന മുൾപ്പടർപ്പ് കണ്ടിട്ട് മോശ ഓടി അടുക്കലേക്ക് ചെല്ലുമ്പോൾ മോശ കണ്ട കാഴ്ച തീയാളി കത്തുന്നെങ്കിലും മുള്ളിന്റെ ഒരു ഇല പോലും വാടുന്നില്ല. പക്ഷെ മുൾപ്പടർപ്പ് നിന്നു കൊടുക്കുവാൻ തയ്യാറായി. ദൈവമേ, എന്റെ മേൽ കത്തണമേ എന്ന് പറയാൻ. ദൈവത്തിന്റെ അഭിഷക്തന്മാരായ യൗവനക്കാരെ തീയുടെ മണം പോലെ ഏൽപ്പിക്കാതെ ദൈവം പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് ആവശ്യമായിരിക്കുന്ന ഈ അഭിഷേകമാണ്. രാജാവ് വിളിച്ചു പറയുകയാ, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേൽ, നീ ഇടവിടാതെ സേവിക്കുന്ന ദൈവം സിംഹങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ പ്രാപ്തനായോ? ആ ദൈവത്തെ ഉയർത്തുവാൻ രാജാവിന് വഴിയൊരുക്കിയത് സിംഹഗുഹയിലേക്ക് വീഴാൻ ഒരു യൗവനക്കാരൻ തയ്യാറായി. നമുക്ക് ഉള്ള കുഴപ്പം ഈ കഷ്ടതയിലേക്കൊന്ന് വീഴാൻ നമുക്ക് മനസ്സില്ല. ചെറിയ പ്രയാസങ്ങൾ നമ്മുടെ വിശ്വാസമെല്ലാം പോകുന്നു, നമ്മുടെ പ്രാർത്ഥന പോകുന്നു, കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെടുന്നു,
ആരാധന നഷ്ടപ്പെടുന്നു, ജീവൻ പോകേണ്ടി വന്നാലും കർത്താവുമായുള്ള ബന്ധം വിച്ഛേദിക്കാതെ നിന്നാൽ നിന്നെ വിടുവിക്കാൻ കഴിയുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അതാണ് ഒരു ദൈവവേദന്റെ ഉറപ്പ്. ദൈവം ഒരു ഭാഗത്ത് വിടുവിക്കുകയും ദൈവത്തോട് മറുതലിച്ചാൽ ദൈവം ശിക്ഷിക്കുകയും ചെയ്യും. ഒരു നാണയത്തിന്റെ രണ്ട് വശമെന്നുള്ള നിലയിൽ രണ്ടു ഭാഗവും നമ്മൾ പഠിക്കണം. ദാനിയേൽ പ്രവചന പുസ്തകം 4-ാം അധ്യായം 25-ാമത് വാക്യം. തിരുമേനിയെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. തിരുമനസ്സിലെ വാസം കാട്ടുമൃഗങ്ങളോട് കൂടെയാകും. തിരുമേനിയെ കാളയെ പോലെ പുല്ലുതീറ്റും. തിരുമേനിയെ കാളയെ പോലെ പുല്ലുതീറ്റും. ഇത് ദാനിയേൽ രാജാവ് കണ്ട സ്വപ്നം വിവരിക്കുക. നീ ഇപ്പൊ സിംഹാസനത്തിൽ ഇരിക്കുന്നതൊക്കെ ശരി തന്നെ, നീ ദൈവസന്നിധി നിഗളിച്ചാൽ കാളയെ പോലെ എന്ത് ചെയ്യും? അനേക വിശ്വാസികൾ ദിവസം പ്രസംഗിച്ച ദൈവദാസൻ പറഞ്ഞു, ഞാന് മദ്യപിച്ചു സുബോധമില്ലാതെ നാൽക്കാലിയെ പോലെ നടന്നവനാണ്. എന്നെ ഈ രണ്ട് കാലത്ത് നടത്താൻ ഇടയാക്കുന്ന ദൈവം. ഇന്നും പലരും നാൽക്കാലിയെ പോലെ നടക്കുന്നവരാണ്. ഇവിടെ കർത്താവിന്റെ വചനം പറയുന്നു, ദാനിയേൽ ബെൽഷസ്സർ രാജാവിന്റെ സ്വപ്നം വ്യാഖ്യാനിക്കുക. ദൈവസന്നിധിയിലും ഭയത്തോടെ ജീവിച്ചില്ലെങ്കിൽ നിന്റെ കാട്ടിലെ കാളയെ പോലെ ഉള്ളുതീക്കും. ആ 30-ാം വാക്യം മുതൽ 2 വാക്യം പായി. ഇത് ഞാൻ എന്റെ ധനമാഹാത്മ്യത്താൽ, എന്റെ ധനമാഹാത്മ്യത്താൽ, എന്റെ പ്രതാപ മഹത്വത്തിനായി രാജധാനിയായി പണിതായ മഹദിയാം ബാബേലല്ലയോ. രാജാവ് പറയുക, എന്റെ മഹത്വത്തിനായി ഞാൻ പണിതതായ മഹദിയാം ബാബേലല്ലയോ. അടുത്ത വാക്യം. ബാബേൽ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. ഈ വാക്ക് രാജാവിന്റെ വായി ഇരിക്കുമ്പോൾ തന്നെ, ഈ വാക്ക് രാജാവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടായതെന്തെന്നാൽ, നെബൂഖദ്നേസർ രാജാവേ, നിന്നോട് ഇത് കൽപ്പിക്കുന്നു, രാജത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു. ഈ വാക്കുകളെ രാജാവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ ദൈവം ഇടപെടുകയാ, ജീവനുള്ള ദൈവം ഇടപെടുകയാ. എത്ര പേർക്ക് ആ ബോധ്യമുണ്ട്? ഞാൻ ദൈവഹിതമില്ലാത്തൊരു കാര്യം ചെയ്യുമ്പോൾ അത് സ്വർഗത്തിൽ ദൈവം കേട്ടിട്ട് ദൈവം മറുപടി പറയുമെന്ന്. പക്ഷെ നമുക്ക് ആ ദൈവ ശബ്ദം കേൾക്കാൻ സമയമില്ല. അതാണ് നമുക്ക് വരുന്ന പരാജയം. നമ്മളൊരു കാര്യം സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ഇത് ദൈവഹിതമാണോ എന്ന് ചോദിക്കാൻ നമുക്ക് താല്പര്യമുണ്ടോ? ഞാൻ ചില കട്ടിയായ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് അടയാളം ചോദിച്ച് പ്രാർത്ഥിക്കാം. ചില പ്രാർത്ഥനകളിൽ പരാജയം വന്നുപോയി. ഇനി അങ്ങനെ വരാൻ പാടില്ല. ഞാൻ അടയാളം ചോദിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. ആ അടയാളം ദൈവം തന്നാൽ ഞാൻ പറയും ഓക്കെ, ബാക്കി കാര്യം ദൈവം ചെയ്തു. ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വേദപുസ്തകത്തിൽ ഒരു വചനം ദൈവം തന്നാൽ അതിന് മറുപടി വന്നു കഴിഞ്ഞു. നമ്മുടെ മുമ്പിൽ ചിലപ്പോൾ ശൂന്യമായിരിക്കാം, ഒരു പ്രതീക്ഷയും ഇല്ലായിരിക്കാം. ദൈവം ആ കാര്യം ഇടപെട്ടാൽ അതെല്ലാം രാജകീയമായി ദൈവം നടത്തും. അതാണ് ദൈവത്തിന്റെ പദ്ധതി. ഇവിടെ നമുക്ക് ഈ രാജാവ് ഞാൻ എന്റെ മഹത്വത്തിനായി ഞാൻ പണിതായ മഹദിയാം ബാബേൽ അല്ലയോ എന്ന് താൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം സംസാരിക്കുക. വായിക്കാം ബാക്കി. നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. നിന്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോട് കൂടെ ആയിരിക്കും. നിന്നെ കാളയെ പോലെ പുല്ല് തീറ്റും. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നു എന്ന് നീ അറിയുന്നത് വരെ, നീ തിരിച്ചറിയുന്നത് വരെ 7 കാലം കഴിയും. 7 സംവത്സരം നീ കാളയെ പോലെ. നേരത്തെ ദൈവം ഒരു ദർശനം കൊടുത്തു.
അഭിഷക്തനായ ദാനിയേൽ അത് വിവരിച്ചു പറഞ്ഞു കൊടുത്തു. ഇതാ നീ ദൈവത്തെ നിഗളിക്കരുത്, നിഗളിച്ചാൽ ഇതാ സംഭവിക്കാൻ പോകുന്ന കാര്യം ഇന്നതെയാണ്. ദൈവം കൊടുത്ത ദർശനത്തെ അവൻ കാര്യമാക്കിയില്ല. അഭിഷക്തൻ വെളിപ്പാടിൽ അതിന് വിവരിച്ചു കൊടുത്തതും അവൻ കാര്യമാക്കിയില്ല. അതുകൊണ്ട് ദൈവം നേരിട്ട് സംസാരിക്കുക, നിന്റെ രാജ്യത്തു നിന്നെ നീക്കി നിന്നെ കാളയെ പോലെ പുല്ല് തീറ്റിക്കും. എത്ര വർഷം? 7 വർഷം. അടുത്ത വാക്ക് കൊണ്ട് വേഗം വായിച്ചു കൊള്ളാം. ഉടൻ തന്നെ ആ വാക്ക് നെബൂഖദ്നേസറിന് നിവൃത്തിയായി. ഉടൻ തന്നെ, പിന്നെ താമസിച്ചില്ല. പഴയ നിയമത്തിൽ ഇതുപോലെ തെറ്റ് ചെയ്ത അപ്പോൾ തന്നെ ദൈവം അടി കൊടുക്കും. പുതിയ നിയമത്തിൽ കൃപായുഗമായിട്ട് അത് സംഭവിക്കാത്തത് കൊണ്ടാണ് മനുഷ്യൻ പിന്നെയും പിന്നെയും പാപം ചെയ്യാൻ ബന്ധപ്പെടുന്നത്. ഞാൻ പാപം ചെയ്തിട്ട് എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ, ഒരു പിന്നെയും പാപം ചെയ്യും. ദൈവത്തിന്റെ ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കേണ്ട ഒരു ദിവസം, അന്ന് ലജ്ജിക്കാത്ത മുഖത്തോടെ നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം കേട്ട് ദൈവത്തിന്റെ വഴികൾ. രക്ഷിക്കപ്പെട്ട ഒരു ദൈവമൈതൽ ദൈവത്തിന്റെ വഴി വിട്ടുപോയാൽ അടി ഉറപ്പ്. ഞാൻ നടക്കുന്ന വഴിയിൽ ദൈവത്തിന് പ്രസാദമുണ്ടോ എന്ന് ഓരോ നിമിഷവും ശോധന ചെയ്യണം. അടുത്ത വാക്കിനോട് വേഗം വായിക്കാം. അവനെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവന്റെ രോമം കഴുകന്റെ തൂവൽ പോലെയും അവന്റെ നഖം പക്ഷിയുടെ നഖം പോലെയും വളർന്നത് വരെ അവൻ കാള എണ്ണ പോലെ പുല്ല് തിന്നുകയും അവന്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയുകയും ചെയ്തു. 2 വാണിംഗ് ദൈവം കൊടുത്തു. ദൈവം ഒരു സ്വപ്നം കാണിച്ചു. അതവന് ബോധ്യപ്പെടാത്തത് കൊണ്ട് ദാനിയേൽ വിവരിച്ചു പറഞ്ഞു, രാജാവേ, ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന്റെ വഴികൾ നടക്കണം, അല്ലെങ്കിൽ കാളയെ പോലെ ദൈവം പുല്ല് തീറ്റിക്കും. അതൊന്നും രാജാവിന് ഉൾക്കൊള്ളാൻ മനസ്സിലായില്ല. 7 സംവത്സരം കാളയെ പോലെ കാട്ടിലയച്ച് പുല്ല് തീറ്റിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ഈ പകൽക്കാലം തിരിച്ചത്. തീച്ചുളയിൽ നിന്ന് വിടുവിക്കുവാൻ മാത്രമല്ല, സിംഹത്തിൽ നിന്ന് വിടുവിപ്പാൻ മാത്രമല്ല, നിന്നെ എന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്ന ദേവനാരെന്ന് ചോദിച്ച രാജാവിനെ കൊണ്ട് ജീവനുള്ള ദൈവത്തിന്റെ ദാസനെ വിളിപ്പിച്ചത് മാത്രമല്ല, ഈ ദൈവത്തിനെ നിഗളിച്ചാൽ കാളയെ പോലെ പുല്ലും തീറ്റിക്കും. നമ്മൾ അനുഭവിക്കുന്ന നന്മ അനുഭവിപ്പാൻ കഴിയാതെ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടോ? ഇന്ന് പകൽ മാനസാന്തരപ്പെട്ടോളണം. കാളയെ പോലെ പുല്ല് തീറ്റിക്കാൻ അനുവദിക്കരുത്. ഇന്ന് സമൂഹത്തിൽ എന്തുകൊണ്ട് മറ്റുള്ളവർ ദൈവത്തിങ്കിലേക്ക് വരുന്നില്ല? രക്ഷിക്കപ്പെട്ടെന്നും സ്നാനപ്പെട്ടെന്നും അഭിഷേകം പ്രാപിച്ചെന്നും പെന്തക്കോസ്തുകാരെന്നും അവകാശം പറയാൻ നിന്റെ ജീവിതത്തിൽ നിന്റെ അയൽക്കാരന് പറയാൻ എന്താ സാക്ഷ്യമുള്ളത്? നിന്റെ സഹപ്രവർത്തകർ പറയാൻ എന്താ സാക്ഷ്യമുള്ളത്? നിന്റെ ബന്ധുജനങ്ങളുടെ നടുവിൽ എന്താ സാക്ഷ്യമുള്ളത്? എന്തുകൊണ്ട് ദൈവനാമം ദൂഷിക്കപ്പെടുന്നു? നിന്റെ ഹൃദയത്തിന്റെ അഹങ്കാരം വരെ മാറിയിട്ടില്ല. ദൈവത്തെ കൂടാതെ ജീവിക്കുന്നത്. കേൾക്കുന്ന വചനത്തിന് വിധേയപ്പെടുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കുന്ന ദൈവഭക്തന് നിന്നെ വിടുവിപ്പാൻ ദൈവം ശക്തനാണെന്ന് പറയുമ്പോഴും ദൈവത്തോട് മറുതലിച്ചാൽ, സ്വയത്തിൽ ആശ്രയം വെച്ചാൽ, രാജാവാണെങ്കിൽ പോലും കാളയെ പോലെ പുല്ല് തീറ്റിക്കും. അനേകർ നന്മ അനുഭവിക്കാൻ കഴിയാതെ ബന്ധപ്പെടുന്നത് വചനത്തിന് മുമ്പിൽ, ദൈവത്തിന് മുമ്പിൽ ഭയപ്പെടുവാൻ നമ്മൾ തയ്യാറാകണം. 34-ാം വാക്യം വായിക്കുമ്പോൾ, ആ കാലം കഴിഞ്ഞിട്ട് നെബൂഖദ്നേസർ എന്ന് ഞാൻ സ്വർഗ്ഗത്തിലേക്ക് കണ്ണുയർത്തി, എന്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു. ദൈവത്തിങ്കിലേക്ക് കണ്ണുയർത്തിയപ്പോൾ അവന്റെ ബുദ്ധി മടങ്ങി വന്നു. ഞാൻ അത്യുന്നതനായവനെ വാഴ്ത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ സ്മരിച്ച് ബഹുമാനിക്കുകയും ചെയ്തു. അവന്റെ ആധിപത്യം എന്നേക്കുമുള്ള ആധിപത്യവും അവന്റെ രാജ്യത്വം തലമുറ തലമുറയായുള്ളതുമല്ലോ. ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ അവർ തയ്യാറാണ്. ഇന്ന് പകൽ എത്ര പേർക്ക് ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ മനസ്സ്? ദൈവസന്നിധിയിൽ മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ ദാനിയേൽ 7:26-27 വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കാം.
എന്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയേലിന്റെ ദൈവത്തിന്റെ മുമ്പാകെ ഭയഭക്തിയോടെ ഇരിക്കണമെന്ന് ഞാൻ ഒരു തീർപ്പ് കൽപ്പിക്കുന്നു. അവൻ ജീവനുള്ള ദൈവവും എന്നേക്കും നിലനിൽക്കുന്നവനും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും അവന്റെ ആധിപത്യം അവസാനം വരാത്തതും ആകുന്നു. അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. അവൻ ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. നോക്കണമേ, എന്റെ ദൈവം ജീവിപ്പിക്കുന്ന ദൈവമാണ്, അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്, അടയാളങ്ങൾ ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ദാനിയേൽ പ്രവാചകൻ 2-ാമധ്യായം 46 അപ്പോൾ നെബൂഖദ്നേസർ രാജാവ് സാഷ്ടാംഗം വീണ് ദാനിയേലിനെ നമസ്കരിച്ചു. നോക്കണമേ, ദാനിയേലിനെ രാജാവ് സാഷ്ടാംഗം വീണ് നമസ്കരിക്കുക. എപ്പോഴാ? 28-ാം വാക്യം, 2:28. എങ്കിലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗ്ഗത്തിലുണ്ട്. അവൻ ഭാവി കാലത്ത് സംഭവിക്കാനിരിക്കുന്നത് നെബൂഖദ്നേസർ രാജാവിനെ അറിയിച്ചിരിക്കുന്നു. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവത്തെ ദാനിയേൽ ഉയർത്തുകയാണ്. അവിടുത്തെ 2-ാം 11-ാം വാക്യം വായിക്കുമ്പോൾ രാജാവ് ഒരു സ്വപ്നം കണ്ടത് മറന്നുപോയി. അവിടെയുള്ള സകല ആഭിചാരകന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കണ്ട സ്വപ്നവും പറയണം, അർത്ഥവും പറയണം. അപ്പൊ മന്ത്രവാദി പറയുന്ന, അവിടുത്തെ വിദ്വാൻമാർ പറയുന്ന ഒരു മറുപടി ഉണ്ട്. 12-ാം വാക്യം വായിക്കാം. രാജാവ് ചോദിക്കുന്ന കാര്യം പ്രയാസമുള്ളതാകുന്നു. തിരുമുമ്പിൽ അത് അറിയിപ്പാൻ ജഡവാസമില്ലാത്ത ദേവന്മാർക്കല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല. നോക്കണമേ, ഈ ലോകത്തിലെ ജ്ഞാനികളും ആഭിചാരകന്മാരും ഒരു മനസ്സോടെ രാജാവിനോട് പറയുന്നു, രാജാവ് ചോദിക്കുന്ന കാര്യത്തിന് ഉത്തരം പറയുവാൻ ജഡവാസമില്ലാത്ത അതേ വിശുദ്ധ ദേവന്മാർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അങ്ങനെ അവർ തോറ്റു പിന്മാറിയപ്പോൾ ആകത്ത അഭിഷേകത്തിന്റെ വിത്തുള്ള ദാനിയേൽ മുമ്പിലേക്ക് വരികയാ. അവൻ പറയുകയാണ്, രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ട്. ലോകം അസാധ്യമെന്ന് പറയുമ്പോൾ അതിന്റെ നടുവിൽ ഒരു ദൈവവേദന ഉറക്കെ പറയണം, എന്റെ ദൈവത്തിന് അത് സാധ്യമാക്കാൻ കഴിയും. സാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. അവൻ ജീവനുള്ള ദൈവമെന്ന് രാജാവ് സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് പറയാൻ കഴിയുമോ, ഞാൻ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്? എന്നെ കാരണം കൂടാതെ ആളുകൾ വേദനിപ്പിക്കുന്നത് കാണുന്ന ഒരു ദൈവമാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് പകൽക്കാലം തിരിച്ചു വരണം. ദാനിയേൽ പ്രവചന 4-ാം അധ്യായത്തിന്റെ 8-ാമത് വാക്യം ഒന്ന് വായിക്കാം. ഒടുവിൽ എന്റെ ദേവന്റെ നാമധേയ പ്രകാരം ബേൽഷസ്സർ എന്ന് പേരുള്ളവൻ വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളവരുമായ ദാനിയേൽ എന്റെ മുമ്പിൽ വന്നു. വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ള ദാനിയേൽ, നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ആത്മാവ് വിശുദ്ധനായ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ തിരിച്ചറിയണം. ഇത് രാജാവ് പറയുന്ന സാക്ഷ്യമാണ്. ജഡവാസമില്ലാത്ത ദേവന്മാർക്കല്ലാതെ ഇത് വിവരിപ്പാൻ കഴിയാതെ വിവരിപ്പാൻ പറ്റുകയില്ലെന്ന് ഒരു രാജാവ് സാക്ഷ്യം പറയുമ്പോൾ ദാനിയേലിനെ കുറിച്ച് പറയുന്നു, അത് എന്താണ്? വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളവൻ. 5:14, ദാനിയേൽ 5:14. ദേവന്മാരുടെ ആത്മാവ് നിന്നിൽ ഉണ്ടെന്ന്, പ്രകാശവും ബുദ്ധിയും വിശേഷ ജ്ഞാനവും നിന്നിൽ കണ്ടിരിക്കുന്നു എന്ന് ഞാൻ നിന്നെ കുറിച്ച് കേട്ടിരിക്കുന്നു. ഞാൻ നിന്നെ കുറിച്ച് കേട്ടിരിക്കുന്നു. എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ദേശത്തിലെ ഉന്നതന്മാർ എന്താ കേൾക്കുന്നത്? ഒരു ദൈവദാസനെ കുറിച്ച് ദേശവാസികൾ എന്താ കേൾക്കുന്നത്? രക്ഷിക്കപ്പെട്ട ദൈവവേദനെ കുറിച്ച് ദേശത്ത് എന്താ കേൾക്കുന്നത്? എന്താ നമ്മെക്കുറിച്ച് ദേശത്തുള്ള സാക്ഷ്യം? എന്തുകൊണ്ട് നമ്മുടെ ദേശം വിടുവിക്കപ്പെടുന്നില്ല? എന്തുകൊണ്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നില്ല? നട്ടപ്പോഴും ഒരു കൂട്ട, പറിച്ചപ്പോഴും ഒരു കൂട്ട. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു കുട്ട വിത്ത് വിതച്ചാൽ
100 കുട്ട പ്രതിഫലം ലഭിക്കും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നിത്യവൃത്തി കഴിയുന്നതല്ലാതെ ഒരല്പം മുമ്പോട്ട് പോകാൻ കഴിയുന്നുണ്ടോ? എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് നമ്മൾ ചോദിക്കണം. നമ്മോട് ചോദിക്കണം, എന്തുകൊണ്ട് കർത്താവേ? ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവപൈതലെ, നമുക്ക് വേണ്ടി സകലതും കരുതി വച്ചിരിക്കുന്ന ഒരു ദൈവം, ചോദിച്ചാൽ തരാമെന്ന് വാക്ക് പറഞ്ഞ ദൈവം, നമുക്ക് ചോദിക്കാനുള്ള പ്രാഗൽഭ്യമുണ്ടോ? അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒരിക്കൽ എൻ്റെ അമ്മ പറഞ്ഞത്, ഞാൻ ചോദിച്ചെന്താ അസുഖം വന്നപ്പോ എന്നെ വിളിക്കാത്തത്? ആരാധനയ്ക്കൊന്നും വരാത്തതുകൊണ്ട് വിളിക്കാൻ ഒരു മടി തോന്നി. നല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി 10,000 കൊടുത്തു കഴിഞ്ഞപ്പോഴും വിളിക്കാൻ തോന്നിയല്ലോ. ആരാധന വരാൻ എന്റെ സമയമില്ലാതെ ഇന്ന് പകൽ വിടുവിപ്പാൻ കഴിയുന്ന ദൈവമാണ്. ആ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. നാം സേവിക്കുന്ന ദൈവം ആരെന്ന് നമ്മൾ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠം. ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കുന്ന ദൈവപൈതലേ, ഇന്ന് പകൽ ദാനിയേലിനെ കുറിച്ച് രാജാവ് പറയുന്ന സാക്ഷ്യം, വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളവർ. ദേവന്മാരുടെ ആത്മാവ് നിന്നിൽ ഉണ്ട്. എന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവ് ഏതെന്ന് എന്റെ ഭാര്യ തിരിച്ചറിയണം, എന്റെ മക്കൾ തിരിച്ചറിയണം, വിശ്വാസികളും തിരിച്ചറിയണം. അപ്പൊ ഞാൻ എങ്ങനെ ജീവിക്കണം? എന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവ് ഏതെന്ന് ജനം തിരിച്ചറിയണമെങ്കിൽ ഞാൻ എത്രമാത്രം ഈ ദൈവത്തെ ഭയപ്പെടണമെന്ന് അവരവർ ചിന്തിക്കണം. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന തന്റെ മക്കൾക്ക് വേണ്ടി ഇന്നും പ്രവർത്തിപ്പാൻ ദൈവം ശക്തൻ. വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിലുണ്ട് എന്ന് രാജാവ് സാക്ഷ്യം പറയുകയാണ്. അത് 25-ാം അധ്യായത്തിന്റെ 23-ാമത് വാക്യം വായിക്കും. തിരുമേനിയുടെ ഹൃദയത്തെ താഴ്ത്താതെ സ്വർഗസ്ഥനായ കർത്താവിന്റെ നേരെ തന്നെത്താൻ ഉയർത്തി അവന്റെ ആലയത്തിലെ പാത്രങ്ങളെ അവർ തിരുമുമ്പിൽ കൊണ്ടുവന്നു. തിരുമേനിയും മഹത്തുക്കളും തിരുമനസ്സിലെ ഭാര്യമാരും വെപ്പാട്ടികളും അവയെ വീഞ്ഞു കുടിച്ചു. കാണാനും കേൾക്കാനും അറിയുവാനും മതിയാത്ത പൊന്ന്, വെള്ളി, താമ്രം, ഇരുമ്പ്, മരം, കല്ല് എന്നിവ കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. തിരുമനസ്സിലെ ശ്വാസവും എല്ലാ വഴികളും കൈവശമുള്ളവനായ ദൈവത്തെ മഹത്വീകരിച്ചതുമില്ല. തിരുമനസ്സിലെ ശ്വാസവും എല്ലാ വഴികളും കൈവശമുള്ളവനായ ദൈവത്തെ. ഇപ്പൊ നമ്മുടെ ശ്വാസം ആരുടെ കയ്യിലാണ്? ദൈവത്തിന്റെ കയ്യിലാണ്. അകത്തേക്ക് വലിക്കുന്ന ശ്വാസം പുറത്തോട്ട് വന്നില്ലെങ്കിൽ ഈ ശരീരം ബോഡിയാ, മണ്ണാണ്. രാജാവിന് തിരിച്ചറിയാൻ കഴിയാതെ പോയി. വായിക്കാം അടുത്ത വാക്യം. അതുകൊണ്ട് ദൈവം ഒരു കൈപ്പത്തി അവനെതിരെ അയച്ചു. ഈ എഴുത്ത് എഴുതിയിരിക്കുന്ന എഴുത്തോ തെക്കിൽ ഊഹസി. കാര്യത്തിന്റെ അർത്ഥമാവിത്. മെനെ എന്ന് വെച്ചാൽ ദൈവം നിന്റെ രാജ്യത്വം എണ്ണി അതിന് അന്തം വരുത്തിയിരിക്കുന്നു. നിന്റെ രാജ്യത്വം ദൈവം എണ്ണി അതിന് അന്തം വരുത്തിയിരിക്കുന്നു. തെക്കേൽ എന്ന് വെച്ചാൽ തുലാസിൽ നിന്നെ തൂക്കി, തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. പെരേസ് എന്ന് വെച്ചാൽ നിന്റെ രാജ്യം വിഭാഗിച്ച് മേദ്യർക്കും പാർസികൾക്കും കൊടുത്തിരിക്കുന്നു. ശക്തനായ ഒരു രാജാവാണ് അവൻ. വിരുന്നുകാരുമായിട്ടിരിക്കുമ്പോൾ തന്റെ പിതാവ് യെരൂശലേം ദൈവാലയത്തിൽ നിന്ന് കൊള്ളയടിച്ചു കൊണ്ടുവന്ന പൊൻപാത്രങ്ങളിൽ വീഞ്ഞു പകരാനായിട്ട് അവൻ കൽപ്പനയുണ്ട്. ദാനിയേൽ പറയുകയാണ്, ദൈവാലയത്തിലെ വിശുദ്ധ പാത്രങ്ങളിൽ മദ്യം പകരുകയും രാജാവും പ്രഭുക്കന്മാരും വെപ്പാട്ടികളും അതിൽ കുടിച്ചപ്പോൾ നിനക്കെതിരെ കയ്യിൽ ചുവരുകൊണ്ട് ദൈവം എഴുതി.
ആ കൈയെഴുത്ത് കാണുമ്പോൾ ബെൽഷസ്സർ രാജാവിന്റെ കാലുമുട്ടുകൾ ആടിപ്പോയി. അവൻ ഭയപരവശനായി. മദ്യത്തിന്റെ ലഹരിയിലല്ല, പിന്നെയോ ദൈവത്തിന്റെ കൈപ്പത്തി അവനെതിരായി എഴുതിയപ്പോൾ, ഇന്ന് പകൽ ഈ കർത്താവിന്റെ വചനം വിട്ടുപോയാൽ നിനക്കെതിരായി ദൈവത്തിന്റെ കൈപ്പത്തി എഴുതും. ദൈവം വിരൽ കൊണ്ട് നിനക്കെതിരായി എഴുതിയാൽ രക്ഷിപ്പാൻ ഒരു മന്ത്രവാദിക്കും ആവിചാരകനും കഴിയുകയില്ല, ഒരു പാസ്റ്റർക്കും കഴിയില്ല. ദൈവം എനിക്കെതിരായി എഴുതിയ നാം നമ്മോട് ചോദിക്കണം, കർത്താവ് ഞാൻ ഇങ്ങനെ പോയാൽ ദൈവം എനിക്കെതിരായി എഴുതുമോ? അടുത്ത വാക്യം കൂടെ വേഗം വായിക്കാം. അപ്പോൾ ബേൽഷസ്സറിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ ധൂമ്രവസ്ത്രവും കഴുത്തിൽ പൊന്മാലയും ധരിപ്പിച്ചു. അവൻ രാജ്യത്തിലെ മൂന്നാമനായി വാഴും എന്ന് അവനെ കുറിച്ച് പ്രസിദ്ധമാണ്. ദാനിയേൽ ദൈവത്തിന്റെ അരുളപ്പാട് വിവരിച്ചു, കൈയെഴുത്ത് വിവരിച്ചപ്പോൾ ദാനിയേലിനെ രാജ്യത്തിലെ മൂന്നാമനാക്കി മാറ്റി. അത് ഒരു ദൈവ പൈതൽ വിശ്വസ്തയുടെ കർത്താവിനെ സേവിച്ചാൽ ദൈവം കൊടുക്കുന്ന മാന്യത. അടുത്ത ഭാഗം. ആ രാത്രിയിൽ തന്നെ രാജാവായ ബേൽഷസ്സർ കൊല്ലപ്പെട്ടു. പിറ്റേ സൂര്യോദയം കാണാൻ ദൈവം അനുവദിച്ചില്ല. ദൈവാലയത്തിലെ വിശുദ്ധ പാത്രങ്ങളെ അശുദ്ധമാക്കിയ ആ രാജാവിനോട് ദൂത് പറഞ്ഞ ദാനിയേലിനെ രാജാവ് ബഹുമാനിച്ചു. പക്ഷേ രാജാവിന് പിറ്റേ സൂര്യോദയം കാണാൻ കഴിഞ്ഞില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ എത്രമാത്രം ഭയത്തോടെയാണ് ഈ ദൈവത്തെ സേവിക്കുന്നത്. ഞാൻ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമെന്ന് രാജാക്കന്മാർ സാക്ഷ്യം പറയണം. നമ്മളെ പകയ്ക്കുന്നവര്, നമുക്കെതിരെ പ്രതികൂലം ഉണ്ടാക്കുന്നവർ തിരിച്ചറിയണം, അവന് വേണ്ടി എന്തെങ്കിലും ചെയ്തതുകൊണ്ട് പ്രയോജനമില്ല, അത് തിരിച്ചു വരുമെന്ന് തിരിച്ചറിയണം. അതിന് നാം ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തെ ഭയപ്പെടാത്ത രാജാവിനെ കാട്ടിലയച്ച് 7 വർഷം പുല്ലു തീറ്റിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിന്റെ വചനപ്രകാരം ജീവിച്ച ഒരു ദൈവ പൈതലിനെ രാജ്യത്തിൽ മൂന്നാമനായി വാഴിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. 7 വർഷം കഴിഞ്ഞ് കാട്ടിൽ പുല്ല് തിന്നുന്ന രാജാവ് പക്ഷിയുടെ അതേ നഖം പോലെ നഖം വളർന്ന മൃഗത്തിന്റെ അതേ മുടി പോലെ ദേഹത്ത് രോമം പൊടിച്ച ആ രാജാവ് എപ്പോഴും ദൈവമുഖത്തേക്ക് നോക്കിയോ അപ്പോൾ അവന്റെ ബുദ്ധി മടങ്ങി വന്നു. ഇന്ന് എത്ര പേർക്ക് ആ ദൈവമുഖത്തേക്ക് നോക്കാൻ കഴിയുന്നത്? നമ്മൾ പരസ്പരം ഭാര്യയും ഭർത്താവും തമ്മിൽ കുറ്റം പറയുന്ന അനുഭവം വിട്ടിട്ട് ദൈവമുഖത്തേക്ക് നോക്കാമോ? അവർ അനുഗ്രഹിക്കപ്പെട്ടു, എനിക്കനുഗ്രഹം കിട്ടിയില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരോട് താരതമ്യം ചെയ്യാതെ ദൈവമുഖത്തേക്ക് നോക്കാമോ? ഈ ദൈവം ജീവനുള്ള ദൈവമാണ്, നമ്മെ വിടുവിപ്പാൻ ശക്തനായ ഒരു ദൈവമാണ്. ദാനിയേൽ 1:8 കൂടെ വായിച്ച് നമുക്ക് നിർത്താം. എന്തുകൊണ്ട് ദാനിയേലിനെ ഇത്രമാത്രം രാജാക്കന്മാർ ബഹുമാനിച്ചു, ദൈവം മാനിച്ചു? അടിമപാലനായിരുന്ന ദാനിയേലിനെ രാജ്യത്തിലെ മൂന്നാമനായി വാഴിപ്പാൻ ഇഷ്ടം തോന്നി. വായിക്കും. രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ച് തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. ഈ അടിമത്വത്തിൽ കടന്നു വന്ന ആ എബ്രായ ബാലന്റെ അകത്തൊരു തീരുമാനം, രാജാവിന്റെ വീഞ്ഞുകൊണ്ടും രാജാവ് കഴിക്കുന്ന ഭോജനം കൊണ്ടും ഈ ശരീരം അശുദ്ധമാക്കാൻ ഞാൻ അനുവദിക്കും. നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും തീരുമാനങ്ങൾ വൈകിപ്പോയോ? തീരുമാനം എടുത്തിട്ട് പുറകോട്ട് പോയോ? ഒരിക്കൽ വേണ്ട എന്ന് വച്ചത് പിന്നെ നമ്മൾ എടുത്തോ? വേദപുസ്തകം പറയുന്നു, നായി ഛർദ്ദിച്ചതിലേക്ക് തിരിയുന്നു. ഒരിക്കൽ വിട്ടുകളഞ്ഞതിലേക്ക് നമ്മൾ മടങ്ങിപ്പോകുന്നുവോ? ഒരിക്കൽ ഉപേക്ഷിച്ചതിനെ തിരിച്ചെടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നുവോ? ഈ ദൈവത്തെ എത്രമാത്രം ഭയപ്പെടുന്നു? ഈ അഗ്നി ജ്വാലയ്ക്കൊത്ത കണ്ണുള്ള
ആ ദൈവത്തിന് മുമ്പിലാണ് നമ്മളായിരിക്കുന്നത്. വിശുദ്ധനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. എത്രമാത്രം വിശുദ്ധിയോടെ ദൈവത്തിലേക്ക് വരാൻ കഴിയും. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം, ആ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് ആ ദൈവമുഖത്തേക്ക് നോക്കാം. കർത്താവ്, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന പലവിധമാകുന്ന ശോധനകൾ, കഷ്ടതകൾ, തിരിച്ചുള്ളയുടെ അനുഭവമാണ്. ശാരീരികമായ ബലഹീനത, സാമ്പത്തികമായ പരാജയം, ഒരു ഇഞ്ച് പോലും മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കാൻ കഴിയാത്ത പ്രതിസന്ധി, ആളുകളുടെ നിന്ദയും പരിഹാസവും കേട്ട് ഞാൻ മടുത്തിരിക്കുന്നു. നിന്റെ ദൈവം എവിടെയെന്ന് ജാതികൾ ചോദിക്കുന്നു. ശദ്രക്കിനോടും മേശക്കിനോടും അബേദ്നെഗോവിനോടും രാജാവ് വിളിച്ചു ചോദിച്ചു, എന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്ന ദേവൻ ആറ്? ആ എബ്രായ ബാലന്മാർ ആ തീച്ചൂളയിൽ നിന്ന് പുറത്തു വന്നപ്പോ രാജാവ് വിളിക്കുന്നു, ജീവനുള്ള ദൈവത്തിന്റെ ദാസന്മാരായ ശദ്രക്കെ, മേശക്കെ, അബേദ്നെഗോവേ, ഇന്ന് നീ അനുഭവിക്കുന്ന തീച്ചൂളയുടെ അനുഭവത്തിൽ നിന്ന് നീ പുറത്തു വരുമ്പോൾ ലോകം പറയും, നീ സേവിച്ച ദൈവം ജീവനുള്ള ദൈവമെന്നാണ്. അങ്ങനെ പറയുവാൻ, ഒരു സാക്ഷ്യത്തോടെ ജീവിക്കുവാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നേർപ്പിച്ചു കൊടുക്കാമോ? ജീവിതത്തിൽ എവിടെയെങ്കിലും നിഗളം വന്നു പോയിട്ടുണ്ടെങ്കിൽ, എനിക്കത് കഴിയുമെന്ന് ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഇല്ല, എന്റെ ശ്വാസം ദൈവത്തിന്റെ പക്കലാണ്. ദൈവമാണ് എനിക്ക് ശ്വാസം തരുന്നത്. ദൈവം എനിക്ക് ശ്വാസം തന്നാലേ അടുത്ത നിമിഷം എനിക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. എന്റെ കഴിവുകളെല്ലാം ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. എന്റെ അറിവുകളെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. എന്റെ പരിചയങ്ങളെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങന്റെ മേൽ രാജാവായി വാഴണമേ. എത്ര പേർക്ക് പറയാൻ കഴിയും? എത്ര പേർക്ക് ആ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കാൻ കഴിയും? ഈ പകൽക്കാലം നമ്മുടെ ദൈവത്തിന്റെ കരം നമ്മുടെ മേൽ നീട്ടപ്പെടുവാൻ, ആ കർത്താവിന്റെ മഹത്വം നമ്മുടെ മേൽ വെളിപ്പെടുവാൻ, കർത്താവിന്റെ തേജസ് കൊണ്ട് ദൈവം നമ്മെ നിറയ്ക്കുവാൻ. ഹല്ലേലൂയ. ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും ബലപ്പെടുത്തിയ ദൈവം, ദാനിയേലിനെ ശക്തീകരിച്ച ദൈവം ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ആ ദൈവത്തിന്റെ മഹത്വത്തെ രാജാക്കന്മാർ വർണ്ണിക്കുക. നീ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. ആ ദൈവത്തിന്റെ ആധിപത്യം നശിപ്പിക്കയില്ല. അവൻ രക്ഷിക്കുന്നവനാണ്, അവൻ വിടുവിക്കുന്നവനാണ്, അവന് ഭയപ്പെടുവാൻ യോഗ്യനായ ദൈവമാണ്, അവൻ നിലനിൽക്കുന്ന ദൈവമാണ്. അവന്റെ രാജാധിപത്യം അവസാനിക്കുന്നില്ല. മരണത്തിനപ്പുറവും ഒരു പ്രത്യാശയുണ്ടെന്ന് പഠിക്കുന്ന ഒരു ദൈവ പൈതല് ഈ ലോകത്തിന്റെ തീച്ചൂളയിൽ അമരേണ്ടതല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതം. ഈ ലോകത്തിലെ സിംഗിൾ ബ്രേക്കകത്ത് തീരേണ്ടതല്ല നമ്മുടെ സാക്ഷ്യ ജീവിതം. അതിനപ്പുറമായ ഒരു ജീവിതം എന്റെ കർത്താവ് നമുക്കായി ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ അധരങ്ങളെ തുറന്ന് ദൈവത്തോട് പറ, കർത്താവേ, എവിടെയെങ്കിലും ജീവിതത്തിൽ കുറവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ. യേശോപ്പ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ കിട്ടിയ അവസരം എന്റെ ജീവിതത്തിൽ എന്റെ സ്വയത്തെ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അടിയനോട് ക്ഷമിക്കണമേ. ഇന്ന് പകൽ അടിയനെ സമ്പൂർണമായി ആ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർ കർത്താവിനെ ഉയർത്തുവാൻ അടിയനോ കുറയണം, കർത്താവോ എന്നിൽ ഉയരണം. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കാമോ? നമ്മിലൂടെ ദൈവനാമം ദേശത്ത് ഉയരപ്പെടട്ടെ. നമ്മിലൂടെ ദൈവനാമം ദേശത്ത് മഹത്വപ്പെടട്ടെ. ആ ദൈവത്തിന്റെ നാമമഹത്വത്തിനായി ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് സമർപ്പിച്ചു കൊടുക്കാൻ കഴിയും? അവർക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. സ്വർഗത്തിലെ ദൈവം ജീവനുള്ള ദൈവമെന്ന് ദേശം തിരിച്ചറിയുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളില് നമ്മുടെ ഭവനങ്ങൾക്കകത്ത് അത്ഭുതങ്ങൾ നടക്കട്ടെ, വീര്യപ്രവൃത്തികൾ നടക്കട്ടെ.
വരട്ടെ. ലോകം അസാധ്യമെന്ന് പറയുന്ന ചില വിഷയങ്ങളെ ദൈവം സാധ്യമാക്കി തീർക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്ന്, അവൻ ജീവനുള്ള ദൈവമെന്ന് നമ്മെ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവർ വിളിച്ചു പറയാൻ തക്കവണ്ണം ആ ദൈവത്തിന്റെ തേജസ്സിന്റെ മഹത്വം നമ്മുടെ മേൽ വെളിപ്പെട്ടു വരുന്നതിന് ആ കരങ്ങളെ തട്ടി അല്പസമയം അന്യഭാഷകളിൽ ദൈവത്തിന് സ്തോത്രം പറയാൻ കഴിയുന്നവർ ആ ധനം തുറന്ന് ആ ദൈവത്തിന് മഹത്വം കൊടുത്ത് സ്വർഗത്തിന് ദൈവത്തിന്റെ കര നമ്മുടെ മേൽ വെളിപ്പെട്ടു വരട്ടെ. ആത്മാവിന്റെ ഒരു വലിയ സാന്നിധ്യം നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. തീയുടെ മണം പോലെ ഏൽപ്പിക്കാതെ ദൈവദാസന്മാരെ പുറത്തു കൊണ്ടതുപോലെ ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന്റെ സാന്നിധ്യം ശക്തിയോടെ
നാം സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമെന്ന് ദേശം ഏക സ്വരത്തോടെ വിളിച്ചു പറയാൻ പറയാ. ആ ദൈവത്തിന്റെ ആധിപത്യം അവസാനിക്കാത്തതാണെന്ന് ദേശം സാക്ഷിക്കാൻ പോകയാ. ആ ദൈവ മഹത്വം ചാലിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളോട് അങ്ങ് ഹൃദ്യമായി ഇടപെട്ടല്ലോ. ഞാൻ സേവിക്കുന്ന ദൈവമാരെന്ന് ദേശത്തിലെ ഉന്നതന്മാർ വിളിച്ചു പറയട്ടെ. ഞാൻ സേവിക്കുന്ന ദൈവമാരെന്ന് രാജാക്കന്മാർ വിളിച്ചു പറയട്ടെ. ഞാൻ സേവിക്കുന്ന ദൈവമാരെന്ന് ഉന്നതന്മാർ വിളിച്ചു പറയട്ടെ. ദൈവത്തിന്റെ സാക്ഷിയായി നിലനിൽക്കുന്ന ക്രിസ്തീയ ജീവിതം നയിപ്പാൻ കർത്താവേ അങ്ങ് കൃപ ചെയ്യും. കടന്ന ഓരോരുത്തരുടെ മേലും ഈ ദൈവത്തിന്റെ കൃപ പകർന്നു ദൈവശക്തിയോടെ മുടക്കി അയക്കണം. കർത്താവെ, ഭവനത്തിൽ സന്തോഷത്തോടെ പോയി നിർഭയം വസിച്ച് പിന്നെയും കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവ തേജസ്സിന്റെ മറവിൽ മറയ്ക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവടികളോട് ഹൃദ്യമായി ഇടപെട്ടുകൊണ്ടിരിക്കും. നിലനിൽക്കുന്ന ക്രിസ്തീയ ജീവൻ നയിക്കും. രാജാവ് പറയുന്ന സാക്ഷ്യം, നീ ഇടവിടാതെ സേവിക്കുന്ന ദൈവം നിന്നെ തീച്ചുളയുന്നു. ഓ സിംഹത്തിന് വീണ് വിടുവിപ്പാൻ മതിയായി. ഇടവിടാതെ ദൈവത്തെ സേവിച്ച് കർത്താവിന്റെ സാക്ഷിയായി നിലനിൽക്കുക. കർത്താവ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകി. ഈ ബലത്തോടെ ഞങ്ങളെ പറഞ്ഞേക്കും. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പരിശുദ്ധ പിതാവേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മനോഹരമായ സംസർഗവും കൂട്ടായ്മയും കാവലും നടത്തിപ്പും നാം ഏവരോടും നമ്മെ കേൾപ്പിച്ച വചനങ്ങളോടും നാം എടുത്ത തീരുമാനങ്ങളോടും ഭൂലോകത്തിലെ സകല വിശുദ്ധന്മാരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. അർക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം അല്ലേ.